നമസ്കാരം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇന്ത്യൻ റുപ്പിയിലേക്ക് സുസ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പ്രതിപാദിച്ചത് എങ്ങനെ സാമ്പത്തിക അച്ചടക്കമുണ്ടാക്കാം, സമ്പാദ്യശീലമുണ്ടാക്കാം, സമ്പാദിക്കുന്ന സംഖ്യ ഏതെല്ലാം തരത്തിൽ നിക്ഷേപം നടത്താം എന്നീ വിഷയങ്ങളായിരുന്നു. ഇന്ന് നമ്മൾ പ്രതിപാദിക്കുവാൻ ഉദ്ദേശിക്കുന്നത് ഓഹരി കമ്പോളത്തിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്നുള്ളൊരു വിഷയമാണ്. ഈ വിഷയം കേൾക്കുമ്പോൾ തന്നെ പൊതുവെ ജനങ്ങൾ വിചാരിക്കുക ഇതെല്ലാം അതിസമ്പന്നരായിട്ടുള്ള ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു മേഖലയാണെന്നാണ്. എന്നാൽ അത് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. ഒരു ഓഹരി പോലും നമുക്ക് വാങ്ങിക്കുവാൻ സാധിക്കും. ഈ വിഷയത്തെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയേണ്ടത് എന്താണ് ഓഹരി എന്നുള്ളതാണ്. നമുക്ക് പലതരത്തിലും ബിസിനസ്സുകൾ ആരംഭിക്കാൻ സാധിക്കും. ഒരു വ്യക്തി നടത്തുന്നതിന് സിംഗിളായിട്ട് നടത്തുന്ന ബിസിനസ്സുകൾ ഉണ്ടായിരിക്കും. പലരും കൂടി നടത്തുന്നതാണെങ്കിൽ പാർട്ട്ണർഷിപ്പ് ആയിട്ട് പല വ്യക്തികളും കൂടിയിട്ട് നടത്തുന്നതുണ്ടായിരിക്കും. അതിനു പുറമെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ രൂപീകരിച്ച് അതുവഴി നടത്തുന്ന ബിസിനസ്സുകളുണ്ടായിരിക്കും. LLP എന്ന് പറയുന്ന ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് എന്ന വിധത്തിൽ പണം സ്വരൂപിച്ച് നടത്തുന്ന കമ്പനികളുണ്ടായിരിക്കും. പബ്ലിക് ലിമിറ്റഡ് കമ്പനികൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ടായിരിക്കും. ലിസ്റ്റ് ചെയ്ത കമ്പനികൾ എന്ന് പറയുന്നത് എല്ലാം പബ്ലിക് ലിമിറ്റഡ് കമ്പനികളായി നടത്തുന്നതായിരിക്കും. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത വൻ കമ്പനികളെല്ലാം തന്നെ. നമ്മൾ ഓഹരി കമ്പോളത്തിൽ നിക്ഷേപം നടത്തുമ്പോൾ ഓഹരി വിൽക്കുന്നു എന്നോ അതിൽ ലാഭമുണ്ടാക്കുന്നു, നഷ്ടം സംഭവിക്കുന്നു എന്നെല്ലാം പറയുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ ഒരു പാർട്ട്ണർഷിപ്പായിട്ട് ഒരു ബിസിനസ് നടത്തുമ്പോഴും ഉണ്ടാകുന്നതാണ്. നമ്മൾ 4 ആളുകൾ കൂടി ഒരു ബിസിനസ് 1 ലക്ഷം ഉറുപ്പിക ഓരോരുത്തരും എടുത്തൊരു ബിസിനസ് നടത്തി അത് നന്നായി നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ സാഹചര്യത്തിൽ ഒരാൾക്ക് പണത്തിന് ആവശ്യം വന്നു കഴിഞ്ഞാൽ അയാൾ എന്താണ് ചെയ്യുക? അയാളുടെ കയ്യിലുള്ള ഓഹരി ഒന്നുകിൽ മറ്റ് 3 പാർട്ട്ണർമാർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ പുറത്തുള്ള ഒരാൾക്ക് വിൽക്കുന്നു. ഇതാണ് സംഭവിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ 1 ലക്ഷം മുടക്കിയ ആൾക്ക് ചിലപ്പോൾ 5 ലക്ഷം കിട്ടിയേക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടിയേക്കാം. കാരണം ആ കമ്പനി വളർന്നു, ആ സ്ഥാപനം വളർന്നു, വളരെ ലാഭമുണ്ടാക്കുന്ന ഒരവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് ഇത്രയും ലാഭമുണ്ടാക്കുന്ന കമ്പനിക്ക് ഞാൻ ഇത്ര വില കൊടുത്ത് വാങ്ങിച്ചാലും അത് ദോഷം ഉണ്ടാക്കില്ല, എനിക്ക് ലാഭമേ ഉണ്ടാവുള്ളൂ എന്ന ധാരണയിലാണ് അത് ചെയ്യുന്നത്. എന്നതുപോലെ തന്നെ വലിയ കമ്പനികൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്നു. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഓഹരി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ക്രയവിക്രയം ചെയ്യുന്നത് പോലെ ഓരോ വ്യക്തിയുടെ കയ്യിലുള്ള ഓഹരികൾ ക്രയവിക്രയം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് ഇന്ന് ഇന്ത്യയിൽ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണുള്ളത്. ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, മറ്റത് ഇന്ത്യയിലെ ആദ്യത്തെ ഇലക്ട്രോണിക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആയിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇന്ത്യയുടെ നാനാഭാഗത്തും മുക്കിലും മൂലയിലും എല്ലാം തന്നെ ബ്രോക്കർമാരുണ്ട്. ആ ബ്രോക്കർമാർ വഴി ഓൺലൈനിൽ ചെയ്യാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വന്നതിന് ശേഷം 1996 അത് ആരംഭിച്ചത്. അതിന് ശേഷം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും ഓൺലൈനിൽ വരികയും ഓൺലൈനിൽ കൂടെ ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും ഓഹരി വാങ്ങിക്കുവാനും വിൽക്കുവാനുള്ള സംവിധാനം ഉണ്ടാവുകയും ചെയ്തിരിക്കുകയാണ്. ഇനി എങ്ങനെ ആണ് ഇതിന് ഒരു കമ്പനിയുടെ ഓഹരിക്ക് വില കൂടുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഒരു കമ്പനി തുടങ്ങുന്നു, 1000 കോടി റുപ്യ മുതൽ മുടക്കുള്ള ഒരു കമ്പനി തുടങ്ങുന്നു. ആ കമ്പനി തുടങ്ങുമ്പോൾ അതിൻ്റെ പ്രൊമോട്ടർമാർ ചിലപ്പോൾ 50% കൂടുതൽ ഓഹരികൾ അവരുടെ കയ്യിലുണ്ടാവും. ബാക്കി പബ്ലിക് ഇഷ്യൂ എന്ന പേരിൽ പൊതുജനത്തിന് അവരുടെ ഓഹരികൾ നൽകുന്നു. അങ്ങനെ പൊതുജനം ഏകദേശം പകുതിയോളം
ഓഹരികൾ പൊതുജനങ്ങളുടെ കയ്യിലായിരിക്കും. ഇതെല്ലാം തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നു. ആ ലിസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ പ്രവർത്തന ഫലത്തിന് അനുസൃതമായി അതിന് വില കൂടുകയും കുറയുകയും ചെയ്യുന്നു. അത് വളർന്നു വളരെയധികം ലാഭം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയായി എന്ന് വിചാരിക്കുക. 1000 കോടിയിൽ തുടങ്ങി വളരെ ലാഭം ഉണ്ടാക്കി ഏകദേശം 3000 കോടി റുപ്യ ലാഭമുള്ള ഒരു കമ്പനി ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ആ കമ്പനിയിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടാകും. ആ ഓഹരി ഇനിയും വളരും, അതിൻ്റെ ഉൽപ്പന്നത്തിന് നല്ല ഡിമാൻഡ് ഉള്ളതാണ്, എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ ഉള്ളതാണ് എന്നെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ, അതിൻ്റെ പ്രവർത്തന ഫലം വളരെ ലാഭകരമാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് ആ കമ്പനിയുടെ ഓഹരികൾ വാങ്ങണമെന്നുള്ള താല്പര്യവും ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുമ്പോൾ ബ്രോക്കർമാർ വഴി ആ കമ്പനിയുടെ ഓഹരി വാങ്ങിക്കുന്നു. ആ സമയത്ത് ധാരാളം ആളുകൾക്ക് നിക്ഷേപം നടത്തിയവർ അവർക്ക് പണത്തിൻ്റെ ആവശ്യം ഉണ്ടാകുമ്പോൾ അവർ ആഗ്രഹിക്കുന്നത് ഓഹരികൾ വിറ്റ് ആ സമയത്തെ വില കൈവശപ്പെടുത്തുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവർ വിറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഉയർന്ന വില ലഭിക്കുന്നു. ഇതാണ് സാധാരണ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ കമ്പനിയെ സംബന്ധിച്ചുള്ള നല്ല റിപ്പോർട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് താല്പര്യം തോന്നുന്നു. ഈ കമ്പനിക്ക് പുതിയ എക്സ്പോർട്ട് ഓർഡർ കിട്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയാണെങ്കിൽ വലിയൊരു റോഡിൻ്റെ കൺസ്ട്രക്ഷൻ കോൺട്രാക്റ്റ് കിട്ടിയിരിക്കുന്നു. ഇങ്ങനെയൊക്കെ നല്ല നല്ല ന്യൂസുകൾ. ഫാർമ കമ്പനിയാണെങ്കിൽ പുതുതായി കൊറോണ വൈറസ് കണ്ടെത്തിയിരിക്കുന്നു, ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഒരു മെഡിസിൻ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ആ കമ്പനി, ഫാർമ കമ്പനി വളരെ ലാഭം കൊയ്യുവാൻ പോവുകയാണ് എന്നുള്ള തോന്നലുകൾ. ഇത് റിപ്പോർട്ടുകൾ അടിസ്ഥാനപ്പെടുത്തി നമുക്കുണ്ടാവുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ 3 മാസം കൂടുമ്പോൾ കമ്പനിയുടെ ഓഡിറ്റഡ് റിപ്പോർട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്യുമ്പോൾ ആ റിപ്പോർട്ടിൽ നിന്ന് ജനങ്ങൾക്ക് മനസ്സിലാവുന്നു ഈ കമ്പനിയുടെ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് മനസ്സിലാവുന്നു. അതിനനുസരിച്ചാണ് ഓഹരി വില ഉയരുന്നത്. അതേസമയത്ത് നെഗറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നതെങ്കിലും ബാലൻസ് ഷീറ്റ് വായിച്ചു കഴിഞ്ഞാൽ വളരെ നഷ്ടം സംഭവിക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാലും ഈ കമ്പനി നഷ്ടം സംഭവിക്കുന്നു, അതുകൊണ്ട് കിട്ടിയ വിലയ്ക്ക് വിൽക്കാം എന്നൊരു തോന്നലായിരിക്കും ആളുകൾക്കുണ്ടാവുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്തു സംഭവിക്കുന്നു? നമ്മൾ വാങ്ങിച്ച ഓഹരിയുടെ വില താഴോട്ട് വരുന്നു. ഈ പറഞ്ഞ കാര്യം നമ്മൾ വ്യക്തിഗതമായി ഒരു ബിസിനസ് ചെയ്യുമ്പോഴും ഇതേ സംഭവം ആ ബിസിനസ്സിൽ സംഭവിക്കുന്നു. കമ്പനി നന്നായി നടക്കുമ്പോൾ അതിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു, ആളുകൾ ഉയർന്ന വിലയ്ക്ക് ആ കമ്പനിയിൽ പാർട്ട്ണറായി ചേരാൻ താല്പര്യം കാണിക്കുന്നു. അതേ സമയത്ത് നഷ്ടം സംഭവിക്കുമ്പോൾ ഒരുപക്ഷെ ആ കമ്പനിയുടെ പാർട്ട്ണർഷിപ്പ് ആർക്കെങ്കിലും കൊടുക്കാമെന്ന് പറഞ്ഞാൽ തന്നെ വളരെ കുറഞ്ഞ വിലക്കായിരിക്കും അവർ വാങ്ങിക്കുക. എന്നതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്നത്തെ കാലത്ത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നടക്കുന്നത് ഞാൻ സൂചിപ്പിച്ചല്ലോ പരിപൂർണമായി ഇലക്ട്രോണിക് സംവിധാനത്തിലാണെന്ന്. അതിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓഹരി വാങ്ങിക്കുവാൻ താല്പര്യമുള്ള ആളുകൾക്ക് കയ്യിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ പാൻ കാർഡ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ്, നാട്ടിലുള്ളവരാണെങ്കിൽ ആധാർ പോലുള്ള അഡ്രസ് പ്രൂഫ് വേണം, വിദേശത്തുള്ളവരാണ് പാസ്പോർട്ട് ഫോട്ടോ കോപ്പി ഉണ്ടായിരിക്കും, അതുണ്ടാവണം, 4 ഫോട്ടോഗ്രാഫ് വേണം, അതുപോലെ അവർ ഉപയോഗിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൻ്റെ കംപ്ലീറ്റ് പ്രൂഫ്, അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് അതുണ്ടായിരിക്കണം. ആ ബാങ്കിൻ്റെ ഡീറ്റെയിൽ ഓട്ടോമാറ്റിക്കലി ബാങ്കിൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാനെല്ലാം വേണ്ടിയിട്ട് അതിൻ്റെ IFSC കോഡ്, വിദേശത്താണെങ്കിൽ IBAN നമ്പർ, ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ടായിരിക്കണം. ഇതെല്ലാം സംവിധാനം ചെയ്തുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഒരു ബ്രോക്കറുടെ അടുത്ത് ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ്. ആ ട്രേഡിംഗ് അക്കൗണ്ട് ബ്രോക്കറും ഈ വ്യക്തിയും തമ്മിലുള്ളൊരു എഗ്രിമെൻ്റാണ്, സ്റ്റാമ്പ് പേപ്പറിൽ സൈൻ ചെയ്യുന്ന ഒരു എഗ്രിമെൻ്റാണ്. രണ്ടാമത് വേണ്ടത്, ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ ഓഹരി ട്രാൻസാക്ഷനും ഇലക്ട്രോണിക്കിൽ കൂടെയാണ് ഓഹരികൾ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഓഹരികളെല്ലാം മുൻകാലങ്ങളിൽ കടലാസ് രൂപത്തിലായിരുന്നെങ്കിൽ ഇപ്പോൾ ഓഹരികൾ മുഴുവൻ ഇലക്ട്രോണിക് രൂപത്തിലാണ് ലഭ്യമായിട്ടുള്ളത്. അത് 2 ഡെപ്പോസിറ്ററി സിസ്റ്റമാണ്. ഒന്ന് നാഷണൽ ഡെപ്പോസിറ്ററി NSDL,
സെക്യൂരിറ്റീസ് ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, അതുപോലെ സെൻട്രൽ ഡെപ്പോസിറ്ററി ലിമിറ്റഡ് CDL, ഇങ്ങനെ 2 സംവിധാനമാണ് ഉള്ളത്. ഇതിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൽ നമ്മൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ഡെപ്പോസിറ്ററി അക്കൗണ്ട് എന്നാണ് അതിന് പറയുക. ആ ഡെപ്പോസിറ്ററി അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാങ്ങിക്കുന്ന ഓഹരികൾ അതിൽ ഇലക്ട്രോണിക് രൂപത്തിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്നതുപോലെ അതിൽ നിന്ന് നമ്മൾ വിൽക്കുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് അത് മാറുകയുള്ളൂ. ഈ സംവിധാനം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇതൊരു ബ്രോക്കറുടെ ഓഫീസ് മുഖേനമാണ് ചെയ്യുക. ഇപ്പോൾ UAE-യിലെല്ലാം നമ്മളത് ചെയ്യുന്നത് ബർജീൽ ജിയോജിത്ത് ഓഫീസ് വഴി ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ നേരത്തെ ഉദ്ധരിച്ച എല്ലാ സംവിധാനങ്ങളുമായി ബ്രോക്കറുടെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രേഡിംഗ് അക്കൗണ്ടും എന്നതുപോലെ തന്നെ ഡെപ്പോസിറ്ററി അക്കൗണ്ടും ഓപ്പൺ ചെയ്യപ്പെടും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പണം ബാങ്കിലേക്ക് അയക്കുന്നു. NRI ആയിട്ടുള്ളവർക്ക് ഒരു പ്രത്യേക സംവിധാനം ആവശ്യമാണ്. അത് എന്ന് പറഞ്ഞാൽ PIS അക്കൗണ്ട്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സർവീസ് എന്ന് പറയുന്ന ഒരു ബാങ്ക് അക്കൗണ്ടും ഒരു NRI അക്കൗണ്ടും വേണം. NRO അക്കൗണ്ടിൽ നിന്നും ചെയ്യാം. NRI അക്കൗണ്ടിൽ നിന്ന് ചെയ്യണമെങ്കിൽ PIS അക്കൗണ്ട് നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ പണം ആദ്യം നമ്മുടെ NRI അക്കൗണ്ടിലേക്ക് അയക്കുന്നു. എന്നിട്ട് ആ പണം PIS അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുമായി, അതേ ബാങ്കിലുള്ള അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഒരു ബ്രോക്കർക്ക് ഓർഡർ കൊടുക്കുന്നു. എനിക്ക് 1000 ACC വാങ്ങിക്കണമെന്ന് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രോക്കർ നമ്മുടെ PIS അക്കൗണ്ടിൽ അതിന് വേണ്ടത്ര പണം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ അവർക്ക് സാധിക്കും. അത് ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഓർഡർ എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇൻഫോർമേഷൻ ഓൺലൈനിൽ കൂടെ ബാങ്കിനെ അറിയിക്കുകയും ബാങ്കിന് ബ്രോക്കറിൽ നിന്ന് ആ ഇൻഫോർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുള്ള പണം 1000 ACC ഷെയർ വാങ്ങിച്ചതിന് എത്രയാണോ വേണ്ടത് അത് ബ്രോക്കറുടെ അക്കൗണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കലി ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞ് 4 ദിവസം കഴിയുമ്പോഴേക്കും ഈ വാങ്ങിച്ച 1000 ACC ഷെയർ വാങ്ങിച്ച വ്യക്തിയുടെ ഡെപ്പോസിറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം മറ്റൊരു ഷെയർ മേടിച്ചു, അതും ഇങ്ങനെ ക്രെഡിറ്റ് ചെയ്തു. അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഈ നേരത്തെ വാങ്ങിച്ച ഓഹരിയുടെ വില വർദ്ധിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഈ നിക്ഷേപകൻ ആഗ്രഹിക്കുന്നു, നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്, ഇത് വിൽക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വ്യക്തി ചെയ്യുന്നത് തൻ്റെ ബ്രോക്കറെ വിളിക്കുന്നു, എൻ്റെ 1000 ACC വിൽക്കണമെന്ന് പറയുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ 2 തരത്തിൽ ഓർഡർ പ്ലേസ് ചെയ്യും. ഒന്ന് ഇന്നത്തെ വിലയ്ക്ക് വിൽക്കുക, അല്ലെങ്കിൽ ഇന്ന വിലയ്ക്ക് വിൽക്കണം എന്ന് നിർദ്ദേശിക്കുന്നു. അങ്ങനെ ആ വിലയോ അതിൽ കൂടുതലോ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ബ്രോക്കർ വിൽക്കുന്നു. അല്ലെങ്കിൽ ഇന്നത്തെ വിലയ്ക്കാണെങ്കിൽ ഇന്ന് ആ ഓർഡർ കിട്ടിയ സമയത്ത് ബ്രോക്കർ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ഇൻഫോർമേഷൻ ഉടനെ ബ്രോക്കർ ബാങ്കിനെ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രോക്കർക്ക് ഈ പണം ബ്രോക്കറുടെ കയ്യിൽ വരുന്നു. മറ്റൊരാൾ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും. അയാൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സിലൂടെ പണം ക്രെഡിറ്റ് ആയി കഴിഞ്ഞാൽ അത് ഉടനെ PIS അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുന്നു. ഇതെല്ലാം ഓൺലൈനിൽ നടക്കുന്ന മനുഷ്യസ്പർശം ഇല്ലാതെ നടക്കുന്ന ഒരു സിസ്റ്റമാണ്. അങ്ങനെ ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ 2 പ്രോസസ്സ് നടക്കുന്നുണ്ട്. ഒന്ന് ആ ക്രെഡിറ്റ് ചെയ്യുന്നു. ആ ക്രെഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഓഹരി വിറ്റത് 1 വർഷത്തിന് മുമ്പാണ്, വാങ്ങിച്ച് 1 വർഷം തികയുന്നതിന് മുമ്പാണെങ്കിൽ ലാഭം എത്രയാണോ ഉണ്ടാക്കിയിട്ടുള്ളത് അതിൽ നിന്ന് 15% ടാക്സ് ഡിഡക്റ്റ് ചെയ്യുന്നു. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഡിഡക്റ്റ് ചെയ്ത് ബാക്കിയുള്ള സംഖ്യയാണ് ബാങ്ക് ക്രെഡിറ്റ് ചെയ്യുന്നത്. എന്നതുപോലെ തന്നെ മറ്റൊരു കാര്യം സംഭവിക്കുന്നത്, 1 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനാണ് ഉണ്ടാകുന്നത്. അത് ബാങ്കിന് മനസ്സിലാക്കാൻ സാധിക്കും. ബാങ്ക് 10% ടാക്സ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ലാഭത്തിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യുകയും ബാക്കി ഉള്ള ടോട്ടൽ എമൗണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഈ വ്യക്തിക്ക് ഈ പണം ആവശ്യമാണെങ്കിൽ ബാങ്കിന് ഒരു ഇൻസ്ട്രക്ഷൻ മെയിൽ കൊടുക്കുന്നു.
PIS അക്കൗണ്ടിലുള്ള പണം എൻ്റെ NRE അക്കൗണ്ടിലേക്ക് മാറ്റണമെന്ന് നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ ആ ദിവസം തന്നെ അത് NRE അക്കൗണ്ടിലേക്ക് NRE അക്കൗണ്ടിൽ നിന്ന് ചെക്ക് ഉപയോഗിച്ചോ ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ഉപയോഗിച്ചോ ആ പണം അദ്ദേഹത്തിന് ഉപയോഗിക്കുവാൻ സാധിക്കും. PIS അക്കൗണ്ടിന് സാധാരണ ബാങ്കുകൾ ചെക്ക് നൽകാറില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. ഇതാണ് ആ പ്രോസസ്സ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ശീലിക്കാൻ എങ്ങനെ ഇത് പഠിക്കാൻ സാധിക്കും. ഈ പ്രോസസ്സെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഒരു ഓഹരി വാങ്ങിക്കുക വിൽക്കുക എന്ന് ചെയ്യുന്ന ഒരു തീരുമാനം എടുക്കാൻ എങ്ങനെ എനിക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് ആണ് മറ്റൊരു പ്രധാന ഘടകം. ഇതിനാവശ്യമായിട്ടുള്ളത് ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യയിലെ പ്രമുഖ 2 എക്കണോമിക് ന്യൂസ് പേപ്പർ വായിക്കുന്നൊരു സ്വഭാവം ഉണ്ടാക്കണം. അത് നമ്മുടെ മൊബൈൽ ഡൗൺലോഡ് ചെയ്ത് വായിക്കാവുന്നതേ ഉള്ളൂ. അവരുടെ എല്ലാം ആപ്പുണ്ട്. ഉദാഹരണമായിട്ട് ദ എക്കണോമിക് ടൈംസ്, ദ ബിസിനസ് ലൈൻ, ഇതെല്ലാം നല്ല ന്യൂസ് പേപ്പേഴ്സാണ്. അതോ അതിൽ കൂടുതലോ ചെയ്യാം. പിന്നീട് വേണ്ടത് 2 സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഒന്ന് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, രണ്ടാമത്തെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ഈ 2 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് നിമിഷത്തിലും ആ എക്സ്ചേഞ്ചിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓഹരികളുടെ വില കൂടുന്നതും കുറയുന്നതും ഇൻഡെക്സ് ക്രയവിക്രയം നടക്കുന്നതും കാണാൻ സാധിക്കും. 1979 ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ആരംഭിക്കുന്നത്. അന്ന് 30 ഓഹരികളുടെ വില 100 എന്നുള്ള ഒരു ഫിഗറിൽ എത്തിച്ച് അതിന് പിന്നീട് അത് ആ 30 കമ്പനികളുടെ വില വർധനവിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് ഈ ഇൻഡെക്സിനെ നമ്മളുടെ മുമ്പിൽ കാണിക്കുന്നത്. ഒരു അളവുകോലാണ്, മാർക്കറ്റിൻ്റെ ഒരു ബരോമീറ്റർ ആണെന്ന്, അതിൻ്റെ ചൂട് മനസ്സിലാക്കാനുള്ള ഒരു ബരോമീറ്ററായിട്ടാണ് ഇൻഡെക്സിനെ നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ ഈ വർഷം നമുക്ക് നിരന്തരം മാർക്കറ്റ് ഉയരുന്ന ചിത്രമാണ് 2020 നമുക്ക് കാണുവാൻ സാധിച്ചത്. 2021 പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് മുകളിലേക്ക് പോകുമെന്ന് തന്നെയാണ്. 2020 നമ്മൾ കണ്ടത് മാർക്കറ്റ് കൊറോണ അനൗൺസ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് കുത്തനെങ്ങനെ മേൽക്കൊണ്ട് പോയിരുന്നത് പെട്ടെന്ന് താഴ്ന്നു പോയി. 42,000 ഉണ്ടായിരുന്ന ഇൻഡെക്സ് 23,000 ഏപ്രിൽ മാസത്തിൽ കൂപ്പുകുത്തിയതായിട്ട് കണ്ടു. പിന്നീട് നമുക്ക് കാണുവാൻ സാധിച്ചു വീണ്ടും മാർക്കറ്റ് ഇങ്ങനെ ഉയർന്നു വന്ന് ഡിസംബർ മാസം ആയപ്പോഴേക്ക് ലാസ്റ്റ് വീക്കിൽ 47,000 കൂടുതൽ ഇൻഡെക്സ്, അതായത് ഓൾമോസ്റ്റ് എവറി ഡേ ദ ഹയസ്റ്റ് ഓഫ് ദ ഇയർ എന്നുള്ള റെക്കോർഡ് ഭേദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇൻഡെക്സ്. അങ്ങനെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഇൻഡെക്സ് ഇങ്ങനെ ഉയർന്നു. എന്നതുപോലെ തന്നെ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് ആരംഭിക്കുന്നത് 1996 അത് 50 കമ്പനികളുടെ ഷെയർ പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. അത് ഇപ്പോൾ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉയർന്നതുപോലെ തന്നെ ഉയർന്ന് സർവകാല റെക്കോർഡിൽ എത്തിയിരിക്കുകയാണ്. ഇനി ഇതിനെല്ലാം ചെയ്യുന്നതിന് മുമ്പ് ഇതിനെപ്പറ്റിയൊരു ശരിയായിട്ടുള്ള ട്രെയിനിങ് സ്വയം ഉണ്ടാക്കൽ നിർബന്ധമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നീന്തം പഠിക്കണമെങ്കിൽ, സ്വിമ്മിങ് പഠിക്കണമെങ്കിൽ വെള്ളത്തിലേക്ക് എടുത്ത് ചാടണം എന്ന് പറയാറുണ്ട്. പുസ്തകം വായിച്ചോ അല്ലെങ്കിൽ ഒരു ഗുരുമുഖത്ത് നിന്നോ ഒന്നും തന്നെ ഇത് പഠിക്കാൻ സാധിക്കുന്ന കാര്യമല്ല. നമ്മളതിൽ ഇൻവോൾവ് ചെയ്യണം. എന്നതുപോലെ തന്നെ ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പഠിക്കാൻ താല്പര്യമുള്ളവർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള ആപ്പുകളും പിന്നെ അഡ്വൈസേഴ്സായിട്ടുള്ള പല സ്ഥാപനങ്ങളുടെയും ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ കമ്പനികളെ പറ്റിയിട്ടുള്ള അവർ നിരന്തരം റിപ്പോർട്ടുകൾ പബ്ലിഷ് ചെയ്യും. എന്നതുപോലെ തന്നെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൈറ്റിൽ പോയാലും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ സൈറ്റിൽ പോയാലും ഒരു കമ്പനി നമ്മൾ കണ്ടു, നേരത്തെ ACCയെ പറ്റി പറഞ്ഞു, ആ ACC എന്നുള്ള അടിച്ചു കഴിഞ്ഞാൽ ആ കമ്പനിയെ പറ്റി എന്തെല്ലാം റിപ്പോർട്ടുകളുണ്ടോ അതെല്ലാം കാണുവാൻ സാധിക്കും. അതിൻ്റെ ഹയസ്റ്റ് പ്രൈസ് എത്ര എത്തിയിരുന്നു, ലോവസ്റ്റ് പ്രൈസ് എത്രയായിരുന്നു എന്നുള്ള പിക്ചർ, ബാലൻസ് ഷീറ്റ് വേണമെങ്കിൽ അത് നോക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കമ്പനിയെ പറ്റി അറിയേണ്ട എല്ലാ വിവരങ്ങളും നമുക്കതിൽ കിട്ടും. ഇങ്ങനെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ഇതെല്ലാം ഉണ്ടായി സജ്ജീകരണങ്ങൾ ചെയ്താലും ആദ്യത്തെ ഒരു മാസം പണം മുടക്കാതെ ഓഹരികൾ വാങ്ങിച്ചതായിട്ട് ഒരു എക്സലിൽ അല്ലെങ്കിൽ മറ്റൊരു പോർട്ട്ഫോളിയോ ഫ്രീ ആയിട്ട് നൽകുന്ന പല
സ്ഥാപനങ്ങളുണ്ട്. ക്യാപിറ്റൽ മാർക്കറ്റ്, മണി കൺട്രോൾ, ഇങ്ങനെയുള്ള പല സ്ഥാപനങ്ങളും ഫ്രീ ആയിട്ട് പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ള സംവിധാനം നൽകുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു ദിവസം തോന്നുന്നു ഇത് ഈ ഷെയർ മേടിച്ചാൽ നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് 1000 വാങ്ങിച്ചതായി അതിലൊരു എൻട്രി കൊടുക്കുക. എന്നതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ റിപ്പോർട്ടുകളും അതുപോലെ ബാലൻസ് ഷീറ്റും ഇതെല്ലാം നോക്കുമ്പോൾ നമ്മളുടെ മനസ്സ് പറയുന്നു ഈ കമ്പനി ഇന്നത്തെ സാഹചര്യത്തിൽ വാങ്ങുക നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് വാങ്ങുക. വാങ്ങിച്ചതായിട്ട് മനസ്സുകൊണ്ട് പണം മുടക്കാതെ വാങ്ങിയതായിട്ട് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചേർക്കുക. അതുപോലെ തന്നെ കുറേ ദിവസം കഴിഞ്ഞാൽ അത് ലാഭം കാണിക്കുന്നുണ്ടെങ്കിൽ, ലാഭത്തിൽ വിൽക്കുവാൻ നമ്മളെ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ വിൽക്കുക എന്ന തീരുമാനം എടുക്കുക. അപ്പോൾ അങ്ങനെ പണം മുടക്കാതെ നമ്മൾ ഒരു മാസം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ഒരു ധാരണ കിട്ടും. നമ്മുടെ ഡിസിഷൻസ് ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്നുള്ളത്, നമ്മുടെ തീരുമാനങ്ങളെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഒരു അസസ്മെൻറ്റ് നമുക്ക് സ്വയം ചെയ്യുവാൻ സാധിക്കും. അങ്ങനെ നമുക്ക് ബോധ്യപ്പെടുന്നു എൻ്റെ ഇതിനു മുമ്പുണ്ടായിട്ടുള്ള എല്ലാ തീരുമാനങ്ങളും ശരിയായിരുന്നു, എനിക്ക് പൈസ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ബ്രോക്കറുടെ സൈറ്റിൽ കൂടെ തന്നെ നമ്മൾ പണം കൊടുത്ത് വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുന്നു എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി ഓഹരികൾ വാങ്ങിക്കുവാനും വിൽക്കുവാനും അതിൽ നിന്ന് ലാഭമുണ്ടാക്കുവാനും സാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഹരി കമ്പോളത്തിൽ ധാരാളം പണം സമാഹരിച്ചിട്ടുള്ള ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ചില ഓഹരികൾക്കെല്ലാം ഉണ്ടായിട്ടുള്ള അഭിവൃദ്ധി പരിശോധിച്ച് കഴിഞ്ഞാൽ അവിശ്വസനീയമായിട്ടുള്ള വിജയം കൈവരിച്ച നിരവധി കമ്പനികൾ നമുക്കുണ്ട്. അത് ഉദാഹരണമായിട്ട് 1983 വെറും 5000 ഉറുപ്പിക മുടക്കിയ ITC എന്ന കമ്പനി ഇപ്പോൾ ഒരു വ്യക്തിയുടെ അന്ന് മുടക്കിയ ഓഹരികൾക്ക് ഇന്നുള്ള വില എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 1.5 കോടി ഉറുപ്പിയോളം ഉള്ളതായി കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ACC, അതുപോലെ ഏഷ്യൻ പെയിൻറ്റ്, ഹിന്ദുസ്ഥാൻ ലിവർ, റിലയൻസ്, HDFC ബാങ്ക്, HDFC എന്ന് പറഞ്ഞ ധാരാളം അങ്ങനെയുള്ള കമ്പനികൾ ഇന്ത്യയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇനിയും ഇന്ത്യൻ മാർക്കറ്റ് വളരെയധികം ഉയർന്നു പോകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇന്ന് 47,000 എത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ 50,000 തന്നെ എത്തുവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഈ ഒരു മേഖലയെപ്പറ്റി ആലോചിക്കുകയും ഓഹരി കമ്പോളത്തിൽ നിക്ഷേപം നടത്തുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുക. ഒരു ഓഹരി പോലും വാങ്ങിക്കുവാൻ സാധിക്കും. വലിയ സംഖ്യ ഇതിനാവശ്യമില്ല. ഈ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ അറിയാൻ എന്നെ ബന്ധപ്പെടുക. എൻ്റെ നമ്പർ 00971506467801. ആ നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചു കഴിഞ്ഞാൽ എല്ലാവിധ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.